ഹായ്, ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ അടുത്ത സെഷൻ ആംഗുലാർ മൊമെൻറ്റം എന്ന ചാപ്റ്ററാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് ഈ നെക്സ്റ്റിന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ദ ടോപ്പിക് ഈസ് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ സ്റ്റേറ്റ്സ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷനൊക്കെ ആയിരുന്നു പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആ കമ്മ്യൂട്ടേഷൻ റിലേഷൻ നിങ്ങളുടെ മെമ്മറിയിൽ കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ വേണം നമുക്ക് ഈ സെക്ഷനിലൂടെ പോകാൻ. അതിനായിട്ട് കുറച്ചുകൂടെ കമ്മ്യൂട്ടേഷൻ റിലേഷൻ നമുക്കിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയാനുണ്ട്. നമ്മളെന്തായാലും ടോപ്പിക്കിലേക്ക് എടുക്കുകയാണ്. ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ സ്റ്റേറ്റ്സ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. സോ നമുക്ക് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ സ്റ്റേറ്റ്സ് കറസ്പോണ്ടിങ് കണ്ടാൽ ആംഗുലാർ മൊമെൻറ്റം ഇപ്പോൾ മാക്രോ പാർട്ടിക്കിളിൻ്റെ കേസിലല്ല മൈക്രോ പാർട്ടിക്കിളിൻ്റെ കേസിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വാണ്ടം പാർട്ടിക്കിൾ അല്ലെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള പാർട്ടിക്കിളിൻ്റെ കേസിലുള്ള ആംഗുലാർ മൊമെൻറ്റം എങ്ങനെ മെഷർ ചെയ്യാം അതിൻ്റെ കറസ്പോണ്ടിങ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജനറൽ ആയിട്ടുള്ള ആംഗുലാർ മൊമെൻറ്റമാണ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ സ്പിൻ ഹാഫ് സിസ്റ്റത്തിലായിരുന്നു ഡിസ്കസ് ചെയ്തത്. ഇവിടെ ജനറൽ കേസിലുള്ള ആംഗുലാർ മൊമെൻ്റാണ്. ഇതിന് ജനറൽ കേസിലുള്ള ആംഗുലാർ മൊമെൻറ്റം തന്നെയാണ് എന്ത് സ്പിൻ ആംഗുലാർ മൊമെൻ്റ് ആണെങ്കിലും ഓർബിറ്റൽ ആംഗുലാർ മൊമെൻ്റ് ആണെങ്കിലും ഫോളോ ചെയ്യും. സോ വി മൂവ് ഓൺ ടു ദ ടോപ്പിക് ഏഗൻ വാല്യൂസ് ആൻഡ് ഏഗൻ സ്റ്റേറ്റ്സ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം. അപ്പം നമ്മളിവിടെ ഏഗൻ കെറ്റ്സ് കണ്ടുപിടിക്കാം. ജെ സ്ക്വയർ പറഞ്ഞാൽ എന്താണ്? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സ്ക്വയർ. ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സ്ക്വയർ ജെ സ്ക്വയർ, ജെ സെഡ്. അങ്ങനെ മെയിനായിട്ട് ഈ രണ്ട് ഓപ്പറേറ്റേഴ്സിൻ്റെ ഏഗൻ വാല്യൂ ഏഗൻ കെറ്റ്സുമാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ദെൻ ജെ സ്ക്വയറിൻ്റെത് കാണുന്നതൊക്കെ ജെ സെഡിൻ്റെത് കാണുന്നത് എന്തുകൊണ്ട് ജെ എക്സ് കണ്ടില്ല ജെ വൈ കണ്ടില്ല എന്നുള്ള ക്വസ്റ്റ്യൻ വേണ്ട. കൺവെൻഷനായിട്ട് ജെ സെഡ് ആണ് ചൂസ് ചെയ്യുന്നത്. either we have to choose ജെ എക്സ് ജെ വൈ ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ബട്ട് കൺവെൻഷനലി നമ്മൾ എന്താണ് ചൂസ് ചെയ്യുന്നത്? ജെ സെഡ് വെച്ചാണ് ചൂസ് ചെയ്യുന്നത്. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ ടോപ്പിക്ക് അഡ്വാൻസ് ചെയ്യുമ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യും. അതിൽ തന്നെ ഈ ജെ എക്സിൻ്റെയും ജെ വൈൻ്റെയും കറസ്പോണ്ടിങ് റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു പുതിയ ലാഡർ ഓപ്പറേറ്റർ ഇൻ ടേംസ് ഓഫ് ജെ എക്സ് ആൻഡ് ജെ വൈ ആണ് ഡിഫൈൻ ചെയ്തത്. ആ ഓപ്പറേറ്ററിൻ്റെ ടേംസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നമ്മളന്ന് പ്രീ കോൺഫറൻസിന് പോയപ്പം കേട്ടതാണ്. അപ്പം നിങ്ങൾക്ക് അന്ന് നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. സോ ജെ സ്ക്വയർ നമ്മൾ ഡിഫൈൻ ചെയ്തിരുന്നു. ജെ സ്ക്വയർ പറഞ്ഞാൽ നോർമൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സ്ക്വയറാണ്. ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സ്ക്വയറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഡിസ്കസ് ചെയ്യാം? ജെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ജെ എക്സ് സ്ക്വയർ പ്ലസ് ജെ വൈ സ്ക്വയർ പ്ലസ് ജെ സെഡ് സ്ക്വയർ വിച്ച് ക്യാൻ ബി rewritten as jx into jx plus jy into jy plus jz into jz. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്മ്യൂട്ടേഷൻ റിലേഷനാണ് ജെ സ്ക്വയർ വിത്ത് കമ്മ്യൂട്ട് വിത്ത് ജെ കെ. ഓർ ദ കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ബിറ്റ്വീൻ ജെ സ്ക്വയർ ആൻഡ് ജെ കെ is equal to 0 where k is equal to 1 2 3. അതായത് k 1 2 3 means k is equal to x y z. ഇപ്പോൾ ജെ സ്ക്വയർ ഓർ ആംഗുലാർ മൊമെൻ്റ് സ്ക്വയർ ഇൻഡിവിജ്വൽ ആംഗുലാർ മൊമെൻറ്റുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കമ്മ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നിങ്ങൾ ഇതിൻ്റെ താഴെ തന്നെ ഇതിൻ്റെ പ്രൂഫ് എഴുതാനുണ്ട്. അതിൻ്റെ പ്രൂഫ് ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നില്ല, ഞാൻ നോട്ട്സായിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ. നെക്സ്റ്റ് കമ്മ്യൂട്ടേഷൻ റിലേഷൻ വി ഹാവ് കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ബിറ്റ്വീൻ ജെ എക്സ് ആൻഡ് ജെ വൈ ഈക്വൽ ടു ഐ എച്ച് ഗട്ട് ജെ സെഡ്. ഇതേപോലെ സിമിലർലി ജെ വൈ വിത്ത് ജെ സെഡ് ഐ എച്ച് ഗട്ട് ജെ എക്സ്. സോ ഈച്ച് കമ്പോണൻറ്റ് ഓഫ് ആംഗുലാർ മൊമെൻറ്റം ഡു നോട്ട് കമ്മ്യൂട്ട്. അവ എന്ത് ചെയ്യുന്നില്ല? കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. ദേ ഡു നോട്ട് കമ്മ്യൂട്ട് ഈച്ച് അതർ. സോ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാം? ഓൺലി വൺ ഒബ്സർവബിൾ ജെ എക്സ് ജെ വൈ ജെ സെഡ് പറഞ്ഞാൽ 3 ഒബ്സർവബിളിൽ നമ്മൾ ജെ സ്ക്വയർ ആയിട്ട് ഡയഗണലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് ഡയഗണലൈസ് ചെയ്ത് പറഞ്ഞാൽ നമുക്ക് അസ്യൂം ചെയ്തിട്ട് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ജെ എക്സ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ജെ വൈ വേണമെങ്കിൽ ചൂസ് ചെയ്യാം, ജെ സെഡ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. കാരണം മൂന്നും എന്തില്ല മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂട്ട് ചെയ്യുന്നില്ല. പക്ഷേ ഈ ജെ എക്സ് വിത്ത് ജെ സ്ക്വയർ കമ്മ്യൂട്ട് ചെയ്യും, ജെ വൈ വിത്ത് ജെ സ്ക്വയർ കമ്മ്യൂട്ട് ചെയ്യും, സിമിലർലി ജെ സെഡ് വിത്ത് ജെ സ്ക്വയർ കമ്മ്യൂട്ട് ചെയ്യും. അപ്പം നമ്മൾ കൺവെൻഷൻ പ്രകാരം നമ്മൾ ഇതിൽ ജെ സെഡ് ആണ് ചൂസ് ചെയ്യുന്നത്. അത് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കൺവെൻഷൻ പ്രകാരം. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചൂസ് ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ ഓൾറെഡി ചെയ്തു വന്ന ഒരു കൺവെൻഷൻ ഉണ്ടല്ലോ, അവരാദ്യം അതാണ് ചൂസ് ചെയ്തത്. ഓക്കെ. അപ്പം നമ്മൾ ബേസ്ഡ് ഓൺ ജെ സെഡ് വെച്ചിട്ടാണ് നമ്മുടെ
തിയറി ഡെവലപ്പ് ചെയ്യുന്നത്. ജെ സ്ക്വയറും ജെ സെറ്റും ജെ എക്സിൻ്റെയും ജെ എക്സും ജെ വൈയും നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഒരു പുതിയൊരു ഓപ്പറേറ്റർ ന്യൂ ഓപ്പറേറ്റർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും വിച്ച് ഈസ് നോൺ ആസ് ദ ലാഡർ ഓപ്പറേറ്റർ. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഒക്കെ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ജെ സ്ക്വയറും കോമ്പോണൻ്റ് ഓഫ് ജെ എക്സ് ജെ വൈ ജെ സെറ്റ് ഒക്കെ കമ്പ്യൂട്ട് ചെയ്യുന്നതാണെങ്കിൽ രണ്ടിലും സൈമൾട്ടേനിയസ് ആയിട്ട് ഏഗൺ സ്റ്റേറ്റ് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നമ്മൾ ജെ സ്ക്വയറും ജെ എക്സും കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിന് രണ്ടിലും സൈമൾട്ടേനിയസ് ആയിട്ട് ഏഗൺ സ്റ്റേറ്റ് ഉണ്ടാവും. ജെ സ്ക്വയറിനും ജെ വൈക്കും ഉണ്ടാവും, ജെ സ്ക്വയറിനും ജെ സെറ്റിനും ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, കൺവെൻഷൻ പ്രകാരം നമ്മൾ ജെ സെറ്റ് ആണ് ചൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ നമ്മൾ സൈമൾട്ടേനിയസ് ഏഗൺ കെറ്റ്സ് ഓഫ് ജെ സ്ക്വയർ ആൻഡ് ജെ സെറ്റ് ബി സെലക്റ്റഡ് ആസ് കെറ്റ് എ ബി, കെറ്റ് എ കോമ ബി. അത് നമ്മൾ സെലക്ട് ചെയ്താണ്. ഈ കെറ്റ് എ കോമ ബി നമ്മൾ എന്താണെന്ന് കണ്ടുപിടിക്കും. ആൻഡ് ദ കറസ്പോണ്ടിങ് ഏഗൺ വാല്യൂ ഇക്വേഷൻസ് ആർ വെൻ ജെ സ്ക്വയർ ആക്ടിങ് ഓൺ ദ ഏഗൺ സ്റ്റേറ്റ് എ ബി വി ഗെറ്റ് ദ ഏഗൺ വാല്യൂ എസ് എ വിത്ത് ദ സെയിം ഏഗൺ കെറ്റ്. That is J square acting on ket AB, we get the eigenvalue A with the same ket AB. Similarly for Jz, when Jz acting on the eigenket AB, we get the eigenvalue as B with the eigenket AB. Next നമുക്ക് ഇത് കണ്ടുപിടിക്കാനുണ്ട് കേട്ടോ. What the value of A and B? എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഇനി ഞാൻ പറഞ്ഞു നമ്മളൊരു ലാഡർ ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇൻട്രൊഡ്യൂസ് എ ന്യൂ ഓപ്പറേറ്റർ known as ladder operator and is defined as j plus or minus is equal to jx plus or minus I j y. നമ്മളങ്ങനെ ലാഡർ ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഈ ലാഡർ ഓപ്പറേറ്ററിൻ്റെ ഹെൽപ്പോടെയാണ് നമ്മൾ ജെ എക്സ് ജെ വൈ ജെ സെറ്റ് ജെ സ്ക്വയർ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ദ ലാഡർ ഓപ്പറേറ്റർ ജെ പ്ലസ് ഓർ മൈനസ് ഇസ് ഈക്വൽ ടു jx plus or minus I j y and is known as ladder operator which is a non-Hermitian. Non-Hermitian എന്ന് പറഞ്ഞാൽ ജെ പ്ലസും ജെ മൈനസും മ്യൂച്വലി ആൻറ്റി ഹെർമീഷ്യനാണ്. ജെ പ്ലസിൻ്റെ ഹെർമീഷ്യൻ ഓപ്പറേറ്റർ എന്തായിരിക്കും? ജെ മൈനസ് ആയിരിക്കും. ജെ പ്ലസ് മീൻസ് ജെ എക്സ് പ്ലസ് ഐ ജെ വൈ. അതിൻ്റെ ആൻറ്റി ഹെർമീഷ്യൻ ഇവിടെ പ്ലസ് ഐ ഉള്ളതുകൊണ്ട് മൈനസ് ആവും വിച്ച് ഈസ് ജെ മൈനസ്. അപ്പം നമ്മൾ ലാഡർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് ജെ എക്സ് ജെ വൈ സിംഗിളായിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് മോർ അഡ്വാൻറ്റേജസ് ആയിട്ട് പ്രോബ്ലം ചെയ്ത് കിട്ടുന്നത് ഈ ലാഡർ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടായിരിക്കും. അതിൽ തന്നെ ഈ ലാഡർ ഓപ്പറേറ്ററിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് കാണണം. അതിന് മുന്നേ ഈ ലാഡർ ഓപ്പറേറ്റർ കുറച്ച് ജെ എക്സ് ലാഡർ ഓപ്പറേറ്റർ ജെ സ്ക്വയറായിട്ടും ജെ സെറ്റ് ആയിട്ടും ഇനി ജെ പ്ലസും ജെ മൈനസും ആയിട്ടുള്ള അങ്ങനെ 3 കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടണം. ഈ റിസൾട്ട് മാത്രമേ ഞങ്ങൾക്ക് എഴുതുന്നുള്ളൂ. ഞാനതിൻ്റെ എഴുതി വന്ന പ്രൂഫ് ഞാൻ നോട്ട്സായിട്ട് സെൻഡ് ചെയ്യാം. നിങ്ങളപ്പം നോട്ട്സിലേക്ക് ആഡ് ചെയ്യുമ്പം രണ്ടും ഒരുമിച്ച് വേണം ചെയ്യാൻ. അപ്പം ഇവിടെ റിസൾട്ട് ചെയ്ത് അതിൻ്റെ താഴെ തന്നെ പ്രൂഫും എഴുതിക്കൊണ്ടിരിക്കണം. സോ ദീസ് ആർ ദ 3 important commutation relation related with the ladder operator. First one is commutation bracket between j plus and j minus is equal to 2h cut into jz. The second one is commutation bracket between jz with j plus or minus. ഇത് ആക്ച്വലി ജെ പ്ലസ് വെച്ചിട്ട് ജെ മൈനസ് വെച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് 2 റിസൾട്ടാക്കി എഴുതിയില്ല. എല്ലാം ഒരു റിസൾട്ടിൽ തന്നെ കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ജെ പ്ലസ് ഓർ മൈനസ്. നെക്സ്റ്റ് വൺ j square with j plus or minus. The value with commutation bracket with j square with j plus or minus equal to 0. ഇനി we have to find what is the physical meaning of ladder operator or j plus or minus. ഈ ഫിസിക്കൽ മീനിങ് കണ്ടുപിടിക്കുന്നതിലൂടെ തന്നെ ഈ ഓപ്പറേറ്ററിന് എന്തുകൊണ്ട് ലാഡർ ഓപ്പറേറ്റർ എന്നുള്ള പേര് വന്നു എന്നും കൂടെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. സോ നെക്സ്റ്റ് സൈഡ് അല്ലെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് ദ ഫിസിക്കൽ meaning of ladder operator. So we have to find the physical meaning of ladder operator. അപ്പം നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത സ്റ്റേറ്റ് എ ബി. വേറെ എ ബി എന്താണ്? സൈമൾട്ടേനിയസ് ഏഗൺ സ്റ്റേറ്റ് ഓഫ് ബോത്ത് ദ ഓപ്പറേറ്റർ ജെ സ്ക്വയർ ആൻഡ് ജെ സെറ്റ്. അപ്പം ജെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ലാഡർ ഓപ്പറേറ്റർ ദ സ്റ്റേറ്റ് ഏഗൺ സ്റ്റേറ്റ് എ ബിൻ്റെ മേലെ ആക്ട് ചെയ്താൽ എന്ത് കിട്ടും നമുക്കറിയണം. അപ്പോൾ നമുക്കത് ഡയറക്റ്റായിട്ട് ഇതിൻ്റെ റിസൾട്ട് എഴുതാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഹാർമോണിക് ഓസിലേറ്റർ സോൾവ് ചെയ്തിരുന്നല്ലോ, അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സോൾവ് ചെയ്യുക.
ഹാർമോണിക് ഓസിലേറ്ററിന് നമ്മളൊരു നമ്പർ ഓപ്പറേറ്റർ ക്യാപിറ്റൽ ലൈൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇതിന് ഇക്വലൻ്റ് ആയിട്ടാണ് ഇവിടെ ലാഡർ ഓപ്പറേറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നുള്ള ആ ഒരു രണ്ട് കമ്പാരിസൺ നിങ്ങളുടെ ഐഡിയയിലേക്ക് വരണം. അപ്പം അതേ മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും ഇതിൻ്റെ ഈ ലാഡർ ഓപ്പറേറ്ററിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് കാണുന്നത്. അപ്പം അവിടെ നമ്മൾ എങ്ങനെയാണോ ചെയ്തത്, ഓർമ്മയില്ലാത്തവർ ആ പ്രീവിയസ് ഹാർമോണിക് ഓസിലേറ്റർ പ്രോബ്ലം ഒന്ന് ചെയ്ത് മീൻസ് അതൊന്ന് മറിച്ച് നോക്കുക. അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ചെയ്ത അതേ മെത്തേഡിൽ തന്നെയാണ് ഈ ലാഡർ ഓപ്പറേറ്ററിൻ്റെ ഫിസിക്കൽ മീനിങ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കമ്മ്യൂട്ടേഷൻ റിലേഷൻ യൂസ് ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ ഏത് കമ്മ്യൂട്ടേഷൻ റിലേഷനാണ് യൂസ് ചെയ്യുന്നത്? ഞാൻ ഇതിന് നമ്പർ ഇടാണ്. ഇത് ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു, ഇക്വേഷൻ നമ്പർ 2 കൊടുത്തു, ഇക്വേഷൻ നമ്പർ 3, ഇക്വേഷൻ നമ്പർ 4, 5, 6. അപ്പം നമ്മൾ അതിന് ഫസ്റ്റ് ഇക്വേഷൻ നമ്പർ 4, 5, 6 ഇക്വേഷൻ 5 നമ്മൾ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ ഇക്വേഷൻ 5. So from equation 5, the commutation bracket between jz and j plus or minus is equal to plus or minus h cut j plus or minus. Using the definition of commutation bracket, commutator AB is equal to AB minus BA. So we can expand the bracket jz with j plus minus as jz j plus minus minus j plus minus jz is equal to plus or minus h cut j plus or minus. സോ ഒരു സിമ്പിൾ റീഅറേഞ്ച്മെൻറ്റ് ഈ രണ്ട് ഇക്വേഷനും, അതായത് ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് ഇസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാമല്ലോ. ഈ രണ്ട് ഇക്വേഷനും ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ജെ സെഡ് ജെ വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് രണ്ടും ഈക്വൽ ആണല്ലോ, ഇത് എക്സ്പാൻഡ് ചെയ്തതാണല്ലോ അത്. അപ്പം ആ രണ്ട് ഇക്വേഷനിൽ എന്ത് കിട്ടും? ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് ഇസ് ഈക്വൽ ടു കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ്, ഈ മൈനസ് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ പ്ലസ് ജെ പ്ലസ് ഓർ മൈനസ് ജെ സെഡ്. ഓക്കെ, ഈ റൈറ്റ് ഹാൻഡ് സൈഡ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, പക്ഷെ എങ്കിലും ഓർത്ത് വെക്കുക. അപ്പം അത്രയും കിട്ടും. ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് ഇസ് ഈക്വൽ ടു കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് പ്ലസ് ഈ ടേം റൈറ്റിലേക്ക് കൊണ്ടുപോയി ജെ പ്ലസ് ഓർ മൈനസ് ജെ സെഡ്. ചെറിയ റീഅറേഞ്ച്മെൻറ്റ്. നെക്സ്റ്റ് നമ്മൾ എന്തായിരുന്നു? ജെ പ്ലസ് ഓർ മൈനസിൻ്റെ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ജെ പ്ലസ് ഓർ മൈനസ് ദ സ്റ്റേറ്റ് എ ബിയിൽ ആക്ട് ചെയ്ത് എന്താ കിട്ടുക നമുക്കറിയില്ല. പകരം നമ്മൾ ആക്ട് ചെയ്യുന്നത് ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് എ ബി. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഇത് ആക്ട് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് കെറ്റ് എയ്ഗൻ കെറ്റ് എ ബി. നമ്മളിവിടെ ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസിനെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസിനെ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് റീപ്ലേസ് എഴുതി. അപ്പോൾ എന്തുണ്ടാവും? ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് പ്ലസ് ജെ പ്ലസ് ഓർ മൈനസ് ജെ സെഡ് ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് എ ബി. ഇനി ഇത് രണ്ട് സെപ്പറേറ്റ് ആക്കി എഴുതാം, അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ എഴുതാം. സെപ്പറേറ്റ് ആക്കി എഴുതുമ്പം ഫസ്റ്റ് എന്തുണ്ടാവും? വിച്ച് ഈസ് ഈക്വൽ ടു കമ്മ്യൂട്ടേറ്റർ ജെ സെഡ് വിത്ത് ജെ പ്ലസ് ഓർ മൈനസ് ആക്ടിങ് ഓൺ ദ കെറ്റ് എ ബി പ്ലസ് ജെ പ്ലസ് ഓർ മൈനസ് ജെ സെഡ് ആക്ടിങ് ഓൺ ദ കെറ്റ് എ ബി. ഇനി നമുക്ക് രണ്ടിൻ്റെ റിസൾട്ട് എഴുതുമ്പോൾ എങ്ങനെ കിട്ടും? ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസിൻ്റെ ആൻസർ നമുക്കറിയാം, വിച്ച് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ജെ പ്ലസ് ഓർ മൈനസ്. ഞാൻ റിസൾട്ട് എഴുതി. പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ജെ പ്ലസ് ഓർ മൈനസ് again the get AB. നെക്സ്റ്റ് ജെ പ്ലസ് ഓർ മൈനസ് അത് അതേപോലെ എഴുതി. വി ഹാവ് ജെ സെഡ് സ്റ്റേറ്റ് എ ബിയിൽ ആക്ട് ചെയ്താൽ നമുക്ക് ഇക്വേഷൻ 2 ഓക്കെ, ആ ഫസ്റ്റ് എഴുതിയ ഈഗൻ റിലേഷൻ നമുക്ക് എന്ത് കിട്ടും? ജെ സെഡ് സ്റ്റേറ്റിൽ ആക്ട് എഴുതി കിട്ടുന്ന ഈഗൻ വാല്യൂ എന്തായിരുന്നു? ബി ആയിരുന്നു നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ആ വാല്യൂ കൊടുത്തു, ബി വിത്ത് സെയിം ഈഗൻ ഗെറ്റ് എ ബി. ജസ്റ്റ് ഒരു റീഅറേഞ്ച് ചെയ്തു. ജെ സെഡ് ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് ജെ പ്ലസ് ഓർ മൈനസ് എ ബി. ഇത് ഞാൻ വേറൊരു സ്റ്റേറ്റ് പോലെയാണ് കൺസിഡർ ചെയ്യുന്നത്, കാരണം ഒരു ഓപ്പറേറ്റർ ഒരു കെറ്റിൽ ആക്ട് ചെയ്താൽ വി ഗെറ്റ് അനദർ കെറ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ന്യൂ റിസൾട്ടൻ്റ് കെറ്റ്, വിച്ച് ഈസ് ഈക്വൽ ടു ബി പ്ലസ് ഓർ മൈനസ് എച്ച് കെറ്റ്. രണ്ടും എന്താണ്? കോമൺ ആണ്. രണ്ടും ഈഗൻ വാല്യൂസ് ആണ് ഇൻറ്റു ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ ബി. അപ്പം ഇതെന്തായി? ഒരു ന്യൂ ഈഗൻ വാല്യൂ റിലേഷനായി. അതായത് ന്യൂ ഈഗൻ വാല്യൂ റിലേഷൻ എന്താ പറയുന്നത്? ജെ സെഡ് എന്ന് പറയുന്ന ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ സെഡ് കോമ്പോണൻ്റ് ആയിട്ടുള്ള ഓപ്പറേറ്റർ നമ്മളൊരു കെറ്റ്, ഒരു ഈഗൻ കെറ്റ്. എന്താണ് ഈഗൻ കെറ്റ്? ജെ പ്ലസ് ഓർ മൈനസ് എ ബി. ജെ പ്ലസ് ഓർ മൈനസ് എ ബി എന്നുള്ള ഈഗൻ കെറ്റിൽ ജെ സെഡ് ആക്ട് ചെയ്താൽ വി ഗെറ്റ് എൻ ഈഗൻ കെറ്റ് ജെ പ്ലസ് ഓർ മൈനസ് കെറ്റ് എ ബി വിത്ത് എൻ ഈഗൻ വാല്യൂ ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട്. സോ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യം കൺക്ലൂഡ് ചെയ്യാനുണ്ട്.
അപ്പോൾ നമ്മൾ ജെ സെഡ് ആണ് എ ബി എന്നുള്ള സ്റ്റേറ്റിൽ ആക്ട് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ഐഗൺ വാല്യൂ എന്തായിരുന്നു? ബി എന്നായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് എന്നുള്ള ആക്ട് ചെയ്ത ഒരു കെറ്റിൻ്റെ മേലെയാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ജെ സെറ്റ് ഡയറക്റ്റായിട്ട് നമ്മുടെ കെറ്റിൻ്റെ മേലല്ല ആക്ട് ചെയ്യുന്നത്. നമ്മുടെ കെറ്റിൻ്റെ മേലെ ജെ പ്ലസ് ഓർ മൈനസ് ആക്ട് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടൻ്റ് കെറ്റില്ലേ, ആ കെറ്റിൻ്റെ മേലെ ജെ സെറ്റ് ആക്ട് ചെയ്താൽ അതിൻ്റെ ഐഗൺ വാല്യൂസ് കെറ്റ് അതേപോലെ തന്നെ വരുന്നുണ്ട്. സോ ഇത് ഇറ്റ് ഈസ് ആൻ ഐഗൺ വാല്യൂ ഇക്വേഷൻ. ആ ഐഗൺ വാല്യൂസിന് എന്തുണ്ട്? ഒരു യൂണിറ്റ് ഓഫ് എച്ച് കട്ട് ഇൻക്രീസ് ആവുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ്, ഇവിടെ പ്ലസ് ഓർ മൈനസ് ഉള്ളതിനും കൺഫ്യൂഷൻ വേണ്ട, രണ്ട് ഇക്വേഷന് ഞാൻ ഒരുമിച്ച് എഴുതിയിട്ടാണ്. ജെ സെഡ് ജെ പ്ലസ് ഓർ മൈനസ് ആക്ട് ചെയ്ത കെറ്റായിട്ടുള്ള എ ബിയുടെ മേലെ ആക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഐഗൺ വാല്യൂ എന്താണ്? ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട്. സപ്പോസ് നമ്മളവിടെ മൈനസ് കൺസിഡർ ചെയ്യുന്നില്ല, പ്ലസ് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഓർ ജെ സെഡ് ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് ജെ പ്ലസ് കെറ്റ് എ ബി, വി ഗെറ്റ് ബി പ്ലസ് എച്ച് കട്ട്. ദ ഐഗൺ വാല്യൂ ഓഫ് ജെ സെഡ് ആയിരുന്നു ബി എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത്. ഈ ബി എന്ത് ചെയ്യുന്നുണ്ട്? 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ട് ടെൻസ് ടു ബി എന്ത് ചെയ്യുന്നു? 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്തിട്ടാണ് നമ്മുടെ ഐഗൺ വാല്യൂ കിട്ടുക. ഇനി മൈനസ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിലോ 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് എങ്ങനെ എഴുതാം? when we apply j plus to a jz eigenket, the resulting ket still a jz eigenket except the eigenvalue is increased by 1 unit of h cut. Similarly നമ്മൾ എന്ത് ചെയ്യും? ജെ മൈനസ് ആണെങ്കിൽ വെൻ വി അപ്ലൈ ജെ മൈനസ് ടു എ ഐഗൺ കെറ്റ് ഓഫ് ജെ സെറ്റിനെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഐഗൺ കെറ്റ് അതേപോലെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഐഗൺ വാല്യൂ എന്തായിരുന്നുണ്ട്? 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ട് ഗെറ്റ്സ് ഡിക്രീസ്ഡ് ഓർ ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ജെ പ്ലസ് ഓർ മൈനസിൻ്റെ എഫക്റ്റ് മൂലം നമ്മുടെ ഐഗൺ വാല്യൂ 1 യൂണിറ്റ് ഓഫ് എയ്തർ ഇറ്റ് ഈസ് ഇൻക്രീസ്ഡ് ബൈ 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ട് ഓർ ഇറ്റ് ഈസ് ഡിക്രീസ്ഡ് ബൈ 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ട്. അപ്പോൾ ജെ പ്ലസ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ടിൽ ഇൻക്രീസ് ചെയ്യും. ജെ മൈനസ് ആണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ടിൽ ഡിക്രീസ് ചെയ്യും. സോ എയ്തർ ഇറ്റ് ഗെറ്റ്സ് ഡിക്രീസ്ഡ് ഓർ ഇൻക്രീസ്ഡ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ ഓപ്പറേറ്ററിനെ എന്തുകൊണ്ടാണ് ലാഡർ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഈ ഓപ്പറേറ്റർ ആക്ട് ചെയ്താൽ ഇതിൻ്റെ ഐഗൺ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ടിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു ആക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഓപ്പറേറ്ററിനെ ജെ പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ ലാഡർ ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക. ടെക്സ്റ്റിൽ ഈ ഓപ്പറേറ്ററിനെ കമ്പയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രീവിയസ് മൊഡ്യൂളിൽ പഠിച്ച ട്രാൻസ്ലേഷൻ ഓപ്പറേറ്ററായിട്ടും നമ്പർ ഓപ്പറേറ്ററായിട്ടും ഒക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. അതിലെന്തായിരുന്നു? നമ്പർ ഓപ്പറേറ്ററിൽ എ ഡാഗറാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ട് ഒമേഗ ആയിരുന്നു. അവിടെ എനർജി എച്ച് കട്ട് ഒമേഗ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. എ ഡാഗർ അല്ല എ ഓപ്പറേറ്റർ ആണെങ്കിൽ ആ സ്റ്റേറ്റ് ഡിക്രീസ് ചെയ്യും. ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ജസ്റ്റ് നോക്കാം. ഇനി നമ്മൾ ഇതേപോലെ സിമിലർ ആക്ഷൻ വിത്ത് ഇവിടെ ജെ പ്ലസ് ഓർ മൈനസ് ജെ സെറ്റ് വെച്ചല്ലേ ചെയ്തത്. സിമിലർ ആക്ഷൻ നമ്മൾ വിത്ത് ജെ സ്ക്വയർ വെച്ച് ചെയ്യാം. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്മൾ ഈ യൂസ് ചെയ്ത കമ്മ്യൂട്ടേഷൻ ബ്രാക്കറ്റ് ഇവിടെ ജെ സെറ്റുമായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്ത കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് എന്താണ്? ജെ സെറ്റ് വിത്ത് ജെ പ്ലസ് ഓർ മൈനസ്. നെക്സ്റ്റ് നമുക്ക് ജെ സ്ക്വയറുമായിട്ടുള്ള എഫക്റ്റാണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ പ്രീവിയസ് ചെയ്ത കമ്മ്യൂട്ടേറ്റർ ജെ സ്ക്വയർ ജെ പ്ലസ് ഓർ മൈനസ് ബ്രാക്കറ്റ് കൺസിഡർ ചെയ്യുക. അതിൻ്റെ വാല്യൂ എന്തായിരുന്നു? 0 ആയിരുന്നു. അപ്പോൾ നമ്മൾ ആ ബ്രാക്കറ്റ് കൺസിഡർ ചെയ്തിട്ട് അതിൽ നിന്നും ഇതേപോലെ ഒരു ഐഗൺ വാല്യൂ ഇക്വേഷൻ ഉണ്ടാക്കുകയാണ്. സോ നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡ് ഫോളോ ചെയ്യുക. അതിനായിട്ട് നേരത്തെ ജെ സെറ്റ് യൂസ് ചെയ്താൽ കണ്ടുപിടിച്ചെങ്കിൽ ഇവിടെ നമ്മൾ ജെ സ്ക്വയർ യൂസ് ചെയ്തിട്ടാണ് ജെ പ്ലസ് ഓർ മൈനസിൻ്റെ ആ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് കാണുന്നത്. അപ്പോൾ ജെ സ്ക്വയർ വിത്ത് കമ്മ്യൂട്ടേറ്റർ ജെ സ്ക്വയർ വിത്ത് ജെ പ്ലസ് ഓർ മൈനസ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഇക്വേഷൻ 6 കമ്മ്യൂട്ടേഷൻ റിലേഷൻ യൂസ് ചെയ്തു. ജസ്റ്റ് റീഅറേഞ്ച് ചെയ്തു. എ ബി മൈനസ് ബി എ വിച്ച് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആയതുകൊണ്ട് എ ബി is equal to ബി എ. ദെൻ ജെ സ്ക്വയർ ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് ജെ പ്ലസ് ഓർ മൈനസ് എ ബി is equal to എയുടെ ജെ സ്ക്വയർ ജെ പ്ലസ് ഓർ മൈനസിനെ ജെ പ്ലസ് ഓർ മൈനസ് ജെ സ്ക്വയർ വെച്ച് റീപ്ലേസ് ചെയ്തു. ജെ പ്ലസ് ഓർ മൈനസ് ജെ സ്ക്വയർ വിത്ത് എ ബി. വി ഹാവ് ജെ സ്ക്വയർ എ ബി എന്നുള്ള സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ എ എന്നുള്ള ഐഗൺ വാല്യൂ ഇക്വേഷനാണ് കിട്ടുക. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അതേപോലെ എഴുതി. റൈറ്റ് ഹാൻഡ് സൈഡിൽ ജെ സ്ക്വയർ എ ബിൻ്റെ മേലെ ആക്ട് ചെയ്താൽ വി ഗെറ്റ് ദ ഐഗൺ വാല്യൂ എസ് എ വിത്ത് ഐഗൺ ഗെറ്റ് ജെ പ്ലസ് ഓർ മൈനസ് എ ബി. സോ ഇതും എന്താണ്? ഒരു ഐഗൺ വാല്യൂ ഇക്വേഷൻ തന്നെയാണ്.
ജെ സ്ക്വയർ ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് ജെ പ്ലസ് ഓർ മൈനസ് എ ബിയിൽ ആക്ട് ചെയ്താൽ നമുക്കൊരു ഐഗൻ വാല്യൂ കിട്ടും. എന്താണ്? ഇറ്റ്സ് ഐഗൻ വാല്യൂ എ വിത്ത് ഐഗൻ കെറ്റ് ജെ പ്ലസ് ഓർ മൈനസ് എ ബി. നേരത്തെ നമ്മൾ ജെ സെറ്റ് ചെയ്തപ്പോൾ അവിടെ ഐഗൻ വാല്യൂ എന്തായിട്ടുണ്ട്? 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ട് എയ്തർ ഡിക്രീസ്ഡ് ഓർ ഇൻക്രീസ്ഡ്. ഇവിടെ എന്ത് ചെയ്യുന്നില്ല? ഐഗൻ വാല്യൂസിന് ചേഞ്ച് ഒന്നുമില്ല. ജെ സ്ക്വയറിന് ആക്ട് ചെയ്താൽ കിട്ടുന്നത് ജെ സ്ക്വയറിൽ എ ബി എന്നുള്ള സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ കിട്ടുന്ന ഐഗൻ വാല്യൂ തന്നെയാണ് എന്ത്? ജെ പ്ലസ് ഓർ മൈനസ് ജെ സ്ക്വയർ ജെ പ്ലസ് ഓർ മൈനസ് എ ബിയിൽ ആക്ട് ചെയ്താലും കിട്ടുന്നത്. അപ്പം ഇപ്പം നമ്മൾ കുറച്ച് ഇക്വേഷൻസ് അല്ലെങ്കിൽ ഐഗൻ വാല്യൂ ഇക്വേഷൻസ് കിട്ടി. ഒരു ഐഗൻ വാല്യൂ ഇക്വേഷൻ എന്തായിരുന്നു? ജെ സെറ്റ് ജെ പ്ലസ് ഓർ മൈനസ് എ ബി എന്നുള്ള ഐഗൻ സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ കിട്ടുന്ന ഐഗൻ വാല്യൂ ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് ജെ പ്ലസ് ഓർ മൈനസ് എ ബി. അല്ലെങ്കിൽ ഇതെന്താണ്? ഒരു ഐഗൻ വാല്യൂ ഇക്വേഷൻ ആണ്. സിമിലർലി നമുക്ക് എന്ത് കിട്ടി? വേറൊരു ഐഗൻ വാല്യൂ ഇക്വേഷൻ ജെ സ്ക്വയർ ആക്ടിങ് ഓൺ ജെ പ്ലസ് ഓർ മൈനസ് എ ബി ഈക്വൽ ടു എ ഇൻറ്റു ജെ പ്ലസ് ഓർ മൈനസ് എ ബി. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഐഗൻ വാല്യൂ ഇക്വേഷൻ ഒബേ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഐഗൻ വാല്യൂസ് ഡിഫർ ചെയ്യുന്നുള്ളൂ, പക്ഷേ അതിൻ്റെ ഐഗൻ കെറ്റൊക്കെ എന്താണ്? കോമൺ ആണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? ജെ പ്ലസ് ഓർ മൈനസ് എ ബി എന്ന് പറയുന്ന ഈ ഒരു ഐഗൻ കെറ്റ്, ജെ പ്ലസ് ഓർ മൈനസ് എ ബി എന്ന് പറയുന്ന ആ ഐഗൻ കെറ്റ് എന്താണ്? വിച്ച് ഈസ് എ സൈമൾട്ടേനിയസ് ഐഗൻ കെറ്റ് ഓഫ് ജെ സ്ക്വയർ ആൻഡ് ജെ സെറ്റ്. ജെ സ്ക്വയറിൻ്റെയും ജെ സെറ്റിൻ്റെയും സൈമൾട്ടേനിയസ് ഐഗൻ കെറ്റാണ് എന്ത്? ജെ പ്ലസ് ഓർ മൈനസ് എ ബി. ബട്ട് എന്താണ്? ഐഗൻ വാല്യൂ ഡിഫറെൻ്റ് ആണ്. പക്ഷേ ജെ സെറ്റും ജെ സ്ക്വയറും ഈ ഐഗൻ കെറ്റിൽ ആക്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് എൻ ഐഗൻ വാല്യൂ ഇക്വേഷൻ. സോ വി ക്യാൻ കൺക്ലൂഡ് ആസ് J plus or minus AB is the simultaneous eigenket of J square and Jz with eigenvalues. J square corresponding ആയിട്ട് എയും ജെ സെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട് റെസ്പെക്റ്റീവ്ലി. സോ നമുക്ക് ഇത് കൺക്ലൂഡ് ചെയ്തിട്ട് അസ്യൂം ചെയ്യാം. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ ജെ സെറ്റ് ആണ് ഇതിൽ വരുന്നതെങ്കിൽ അവിടെ ഐഗൻ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. 1 യൂണിറ്റ് ഓഫ് എച്ച് കട്ട് ഗെറ്റ്സ് ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. നേരെ മറിച്ച് ജെ സ്ക്വയർ ആയതുകൊണ്ട് ജെ സ്ക്വയർ ആണെങ്കിൽ അവിടെ ഐഗൻ വാല്യൂ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ഇതിൽ നിന്ന് രണ്ടിൽ നമുക്ക് ഒരു കൺക്ലൂഷൻ എത്തണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു എ ബി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൽ എ എന്ന് കറസ്പോണ്ടിങ് ടു ജെ സ്ക്വയറിൻ്റെ ഐഗൺ വാല്യൂ, ബി കറസ്പോണ്ട്സ് ടു ജെ സെറ്റിൻ്റെ ഐഗൺ വാല്യൂ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ജെ സെറ്റിൻ്റെ അഫക്റ്റിൽ എന്ത് ചെയ്യുന്നുള്ളൂ? ഐഗൺ വാല്യൂ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ജെ സ്ക്വയറിൻ്റെ അഫക്റ്റിൽ ഐഗൺ വാല്യൂ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ഈ ഒരു 3-4 കൺക്ലൂഷന് നമുക്ക് വേണമെങ്കിൽ ഒരു അസ്യൂം ചെയ്യാം. ജെ പ്ലസ് ഓർ മൈനസ് എന്നുള്ള ലാഡർ ഓപ്പറേറ്റർ ജനറൽ ആയിട്ടുള്ള കെറ്റ് എ ബിയിൽ ആക്ട് ചെയ്താൽ വി ഗെറ്റ് എ ഐഗൻ വാല്യൂ സി പ്ലസ് ഓർ മൈനസ്. വി ഡോണ്ട് ഹാവ് ദ വാല്യൂ ഓഫ് സി പ്ലസ് ഓർ മൈനസ്, ബട്ട് നമ്മൾ നോർമലൈസേഷൻ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് സി പ്ലസ് ഓർ മൈനസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കും വിത്ത് ആൻ ഐഗൻ കെറ്റ്. ഇവിടെ ശ്രദ്ധിക്കുക, എ ആക്ട് ചെയ്യുമ്പം എൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. ബട്ട് ബിയിൽ ആക്ട് ചെയ്യുമ്പോൾ ബീൻ്റെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ വി ക്യാൻ റൈറ്റ് ഇറ്റ് ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഇത്രയും കൺക്ലൂഷന് we can write J plus or minus acting on the ket AB, we get C plus or minus ket A with A B plus or minus H cut, where C plus or minus is the proportionality constant, where the proportionality constant C plus or minus ഇത് നമ്മുടെ നോർമലൈസേഷൻ റിക്വയർമെൻറ്റ്സിൽ അല്ലെങ്കിൽ കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് ഈ സി പ്ലസ് ഓർ മൈനസിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ഐഗൻ വാല്യൂസ് ഓഫ് J square and Jz. Eigenvalues of J square and Jz acting on the state AB നമ്മൾ represent ചെയ്തത് or we denoted as A and B. നമ്മൾ we have to find what is A and B. നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചതായിരുന്നു. അത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെക്കാനായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടണം. ഫസ്റ്റ് കാര്യം, നമ്മൾ J പ്ലസ് എന്ന് പറയുന്ന ലാഡർ ഓപ്പറേറ്റർ, വൺ ഓഫ് ദ ലാഡർ ഓപ്പറേറ്റർ J പ്ലസ് നമ്മൾ n ടൈംസ് സൈമൾട്ടേനിയസ് ഐഗൺ കെറ്റ് ആയിട്ടുള്ള ജെ സ്ക്വയറിൻ്റെയും ജെ സെറ്റിൻ്റെ മേലെ ആക്ട് ചെയ്യാണ്. അതെന്താണ്? സൈമൾട്ടേനിയസ് ഐഗൺ കെറ്റ് ആയിട്ടുള്ള ജെ സ്ക്വയറിൻ്റെയും ജെ സെറ്റും എയും എ ബി എന്നുള്ള കെറ്റ്. അപ്പോൾ അതിൻ്റെ മേലെ ആക്ട് ചെയ്യുമ്പം അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യും? ജെ സ്ക്വയർ ആക്ട് ചെയ്യുമ്പോൾ പുതിയ കെറ്റ് കിട്ടും, ജെ സെറ്റ് ആക്ട് ചെയ്യുമ്പോൾ കെറ്റ് കിട്ടും. ഇത് അതിൻ്റെ ഐഗൺ വാല്യൂസ് എന്ത് ചെയ്യും? ജെ സ്ക്വയർ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഐഗൺ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ള വാല്യൂനായിരിക്കും. ജെ സെറ്റ് ആക്ട് ചെയ്യുകയാണ്, ജെ സെറ്റിൻ്റെ എഫക്റ്റീവ് ആക്ട് ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യും? ബി പ്ലസ് ഓർ മൈനസ് എച്ച് കട്ട്. ഒന്നെങ്കിൽ ജെ പ്ലസ് ആണ് ആക്ട് ചെയ്യുമെങ്കിൽ അതിങ്ങനെ കൂടിക്കൂടി വരും. അപ്പോൾ ഇത് എത്രത്തോളം കൂടും?
അല്ലെങ്കിൽ ഇത് ഇൻഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോവുകയാണോ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. ഇങ്ങനെ n ടൈംസ് ആക്ട് ചെയ്യുമ്പോൾ അതിങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട്, അതായത് ഇപ്പോൾ ഒരു ബി എന്നുള്ള ഒരു വാല്യൂ ഉണ്ട്, നെക്സ്റ്റ് ബി പ്ലസ് എച്ച് ഗട്ട്, ദെൻ ബി പ്ലസ് 2 h ഗട്ട്, നെക്സ്റ്റ് ഒരു n ടൈം ആണ് നിൽക്കുമ്പോൾ ബി പ്ലസ് n h ഗട്ട് ആയിരിക്കും. അതിങ്ങനെ ഇനിയിപ്പം ഇൻഫിനിറ്റ് ടൈം ആക്ട് ചെയ്യുകയാണെങ്കിൽ ബി പ്ലസ് ഇൻഫിനിറ്റ് h ഗട്ട്, അതൊരിക്കലും പോസിബിൾ അല്ല. അവിടെ എന്തുണ്ട്, ഒരു അപ്പർ വാല്യൂസ് ഉണ്ട്, ഒരു എയും ബിയും തമ്മിലൊരു ബൗണ്ടറി ഉണ്ട്, അല്ലെങ്കിൽ അത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. ആ റിലേഷൻ ബേസ് ചെയ്തിട്ട്, അതായത് ബിയോണ്ട് ദാറ്റ് ലിമിറ്റ് എന്തില്ല, ദർ ഈസ് നോ ഐഗൻ വാല്യൂ ഇക്വേഷൻ എക്സിസ്റ്റ്. ആ ഒരു ലിമിറ്റിനപ്പുറം ഈ നേരത്തെ ഡിസ്കസ് ചെയ്ത 2 ഐഗൻ വാല്യൂ ഇക്വേഷനും എന്ത് ചെയ്യുന്നില്ല, എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് ആ ബൗണ്ടറി കണ്ടീഷൻ എന്താണെന്ന് യൂസ് ചെയ്യാം. അത് യൂസ് ചെയ്യാൻ ടെക്സ്റ്റിലൊരു മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ബേസിക്കായിട്ടുള്ള ഒരു വെക്റ്റർ കോൺസെപ്റ്റിൽ നിന്ന്, അതിൽ നിന്ന് നമുക്ക് എൻ്റെയും ബീൻ്റെയും തമ്മിലുള്ള ബൗണ്ട്, അല്ലെങ്കിൽ അത് തമ്മിലുള്ള റിലേഷൻ, ദ ഐഗൻ വാല്യൂസ് ഓഫ് എ, ഐഗൻ വാല്യൂ എ ആൻഡ് ബി, അതിൻ്റെ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യാം. സോ വി ഹാവ് ജെ സ്ക്വയർ is equal to jx square plus jy square plus jz square. സോ വി ക്യാൻ ഇനീക്വാലിറ്റീൻ്റെ ഫോമിലേക്ക് ഈ ഇക്വേഷൻ മാറ്റി എഴുതിയാൽ ജെ സ്ക്വയർ വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, എപ്പോഴാണ് ഈക്വൽ ആവുക, ജെ എക്സിൻ്റെ ജെ വൈൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വിച്ച് ബിക്കംസ് ഈക്വൽ, ദ ഇനീക്വാലിറ്റി ബിക്കംസ് ഈക്വൽ, or j square greater than or equal to jz square, taking the expectation value of j square which is greater than or equal to jz square. So the definition of expectation value ab on j square ab which is greater than or equal to ab on jz square ab. We have the value of j square acting on the state എന്താണ്, a ആണ് കിട്ടുക, eigen value a ആണ്, we have already discussed. Then we get the eigenvalue corresponding or expectation value equal to a, or jz ആക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത് b ആണ്, പക്ഷേ ഇവിടെ jz സ്ക്വയർ ആണ്. സോ വി ഗെറ്റ് b സ്ക്വയർ. സോ വി ഗെറ്റ് a greater than or equal to b സ്ക്വയർ, or a greater than or equal to b സ്ക്വയർ. സോ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബൗണ്ടറി കണ്ടീഷൻ എന്ന് പറയേണ്ട ഒരു ലിമിറ്റിംഗ് കണ്ടീഷൻ നമുക്ക് ഇവിടെ കിട്ടും. എൻ്റെയും ബിൻ്റെയും വാല്യൂ ഇതാക്കും. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ഒരു അപ്പർ വാല്യൂ ബി, എൻ്റെ വാല്യൂവിനനുസരിച്ച് നമുക്ക് ബിയുടെ വാല്യൂ ഡിഫൈൻ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ദർ ഈസ് എൻ അപ്പർ വാല്യൂ ഓഫ് ബി. സിമിലർലി ഒരു ലോവർ വാല്യൂ ഉണ്ടായിരിക്കും, കാരണം ബി സ്ക്വയർ ആയതുകൊണ്ട് പ്ലസ് ഓർ മൈനസ് ബി എന്നുള്ള ഒരു കേസ് വരും. അപ്പം ഈ അപ്പർ വാല്യൂ ഓഫ് ബി, അതിനെ നമ്മൾ ഏറ്റവും മാക്സിമം പോസിബിൾ ആയിട്ടുള്ള വാല്യൂവിനെ ബി മാക്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്താൽ നമ്മുടെ കറസ്പോണ്ടിങ് ഐഗൻ വാല്യൂ എന്താ ഉണ്ടാവുക, ജെ പ്ലസ് ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് എ വിത്ത് ബി മാക്സ്, വെർ ബി മാക്സ് ഈസ് ദ മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. ബി മാക്സ് എന്ന് പറഞ്ഞാൽ ബിയുടെ മാക്സിമം പോസിബിൾ വാല്യൂ ആണ്. അപ്പോൾ ജെ പ്ലസ് ബി മാക്സിൽ ആക്ട് ചെയ്താൽ ശരിക്കും എന്താ കിട്ടേണ്ടത്, ബി മാക്സ് പ്ലസ് എച്ച് ഗട്ട് ആയിരുന്നു കിട്ടേണ്ടത് അല്ലേ. ജെ പ്ലസ് ആക്ട് ചെയ്താൽ എന്താണ്, ബി പ്ലസ് എച്ച് ഗട്ട് എന്നുള്ള ആ ഒരു ഐഗൻ വാല്യൂ അല്ലേ കിട്ടേണ്ടത്. അപ്പോൾ ജെ പ്ലസ് ആക്ട് ചെയ്താൽ ബി മാക്സിനോട് ഒരു എച്ച് ഗട്ട് യൂണിറ്റ് ഇൻക്രീസ് ചെയ്യണം. ബട്ട് ഇവിടെ എന്ത് ചെയ്യില്ല, ബി മാക്സിനോട് ഒരു എച്ച് ഗട്ട് യൂണിറ്റ് എന്ത് ചെയ്യുന്നില്ല, ഇൻക്രീസ് ചെയ്യില്ല. കാരണം ബി മാക്സ് എന്താണ്, അതിൻ്റെ മോസ്റ്റ് അപ്പർ, ഇനി അങ്ങോട്ട് പോവില്ല. അപ്പം അപ്പർ വാല്യൂ അല്ലെങ്കിൽ അപ്പർ ലിമിറ്റ് ആണ്. അപ്പം ജെ പ്ലസ് ആക്ടിങ് ഓൺ ബി മാക്സിൽ അപ്പർ വാല്യൂയിലേക്ക് അല്ലെങ്കിൽ ഒരു യൂണിറ്റ് ഓഫ് എച്ച് ഗട്ട് ഇൻക്രീസ് ചെയ്യില്ല. സോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം, വിച്ച് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, വി ഹാവ്, അപ്പോൾ നമ്മളെവിടെ എത്തി, ജെ പ്ലസ് എ ബി മാക്സിൽ ആക്ട് ചെയ്താൽ ഫർദർ ബി എന്ത് ചെയ്യില്ല, ഇൻക്രീസ് ചെയ്യില്ല. വി ഗെറ്റ് ദ ആൻസർ ഈസ് 0. നെക്സ്റ്റ് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബോത്ത് ഇക്വേഷൻ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ ജെ മൈനസ് കൊണ്ട് ആക്ട് ചെയ്തു. അപ്പോൾ ജെ മൈനസ് ആക്ടിങ് ഓൺ ജെ പ്ലസ് എ ബി മാക്സ് ഇസ് ഈക്വൽ ടു 0, ദ ഇക്വേഷൻ 0. നെക്സ്റ്റ് നമുക്ക് ജെ പ്ലസ് ജെ മൈനസ് എന്നുള്ള ഈ ടേം എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജെ പ്ലസ് ജെ മൈനസ് അല്ല, ജെ മൈനസ് ജെ പ്ലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ജെ മൈനസ് എന്താണെന്ന് പറയാം, ജെ പ്ലസ് എന്താണെന്ന് പറയാം. അതിൽ നിന്ന് നമുക്ക് ജെ മൈനസ് ഇൻറ്റു ജെ പ്ലസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ ജെ മൈനസും ജെ പ്ലസും ജസ്റ്റ് എഴുതി നമ്മൾ അതിൻ്റെ പ്രോഡക്റ്റ് എടുക്കുകയാണ്. ജെ മൈനസ് പറഞ്ഞാൽ ജെ എക്സ് മൈനസ് ഐ ജെ വൈയും, ജെ പ്ലസ് പറഞ്ഞാൽ ജെ എക്സ് പ്ലസ് ഐ ജെ വൈയും. ജസ്റ്റ് അതിൻ്റെ പ്രോഡക്റ്റ് എടുത്താൽ എന്ത് കിട്ടും, ജസ്റ്റ് പ്രോഡക്റ്റ് എടുക്കുക, ജെ എക്സ് സ്ക്വയർ പ്ലസ് ജെ വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ജെ എക്സ് ജെ വൈ മൈനസ് ഐ ഇൻറ്റു ജെ വൈ ജെ എക്സ്. അതിൽ ഫസ്റ്റ് രണ്ട് ടേം ജെ എക്സ് സ്ക്വയർ പ്ലസ് ജെ വൈ സ്ക്വയറിനെ വി ക്യാൻ റൈറ്റ് ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ. then ഈ രണ്ട് ടേമിലെ ഐ കോമൺ ആയിട്ട് എഴുതി. ഐ കോമൺ ആയിട്ട് എഴുതുമ്പോൾ ജെ വൈ ജെ എക്സ് മൈനസ് ജെ എക്സ് ജെ വൈ ബീസ് ദ കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റ് ജെ വൈ ജെ എക്സ് ആൻഡ് ഇറ്റ്സ് വാല്യൂസ് ഈക്വൽ ടു മൈനസ് ഐ എച്ച് ഗട്ട് ജെ സെഡ്. അപ്പം ഒരു മൈനസ് ഇവിടെ ഉണ്ട്.
മൈനസും മൈനസും പ്ലസ് ആവും. ദെൻ ഐയും ഇവിടെ വരുന്ന ഐയും കൂടെ അഗെയിൻ മൈനസ് ആവും. ദെൻ ബാക്കി കിട്ടുക ജെ മൈനസ് ജെ പ്ലസ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ മൈനസ് എച്ച് ഗട്ട് ജെ സെഡ്. ഇനി നമ്മൾ ഇത് എഴുതിയ നേരത്തെ പ്രീവിയസ് ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്, അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ജെ സ്ക്വയർ മൈനസ് ജെ സെഡ് സ്ക്വയർ മൈനസ് എച്ച് ഗട്ട് ജെ സെഡ് ആക്ടിങ് ഓൺ എ ബി മാക്സ് ഇസ് ഈക്വൽ ടു 0 ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? ജെ സ്ക്വയർ എ ബി മാക്സ് എന്നുള്ള കെറ്റിൽ ആക്ട് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എ മൈനസ് ബി ജെ സെഡ് ബി മാക്സ് ആയിരുന്നു, ബി മാക്സ് സ്ക്വയർ ദെൻ മൈനസ് എച്ച് കട്ട് ജെ സെഡ് ആക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ബി മാക്സ് ഉണ്ടാവും. അതങ്ങനെ അത് നമ്മൾ ഫസ്റ്റ് ആ രണ്ട് ഈഗൻ ഗെറ്റ് റിലേഷൻ നിന്ന് കിട്ടുന്ന കേട്ടോ. അതായത് ജെ സ്ക്വയർ എ ബിയിൽ ആക്ട് ചെയ്താൽ വി ഗെറ്റ് എ ആൻഡ് ജെ സെഡ് ബി എ ബിയിൽ നിന്നുള്ള ഗെറ്റിൽ ആക്ട് ചെയ്താൽ ബി എന്നുള്ള ഈഗൻ വാല്യൂ കിട്ടുക. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് ജെ സ്ക്വയർ എ ബി മാക്സ് ഉള്ളതിൽ കിട്ടുമ്പോഴുള്ള ഈഗൻ വാല്യൂ ആണ് എ. ജെ സെഡ് സ്ക്വയർ ആക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ജെ സെഡ് സ്ക്വയർ എന്നാൽ 2 പ്രാവശ്യം ജെ സെഡ് ആക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം ബി മാക്സ് ആണ് ഇവിടെ ഉള്ളത്. ആദ്യം ആക്ട് ചെയ്യുമ്പോൾ ബി മാക്സ് കിട്ടും, ദെൻ ഒന്നുകൂടെ ആക്ട് ചെയ്യുമ്പോൾ ബി മാക്സ് സ്ക്വയർ. അതുകൊണ്ടാണ് ഇവിടെ ബി മാക്സ് സ്ക്വയർ. ദെൻ എച്ച് ഗട്ട് ഇൻറ്റു ജെ സെഡ് അഗൈൻ ആക്ട് ചെയ്യുമ്പം എച്ച് ഗട്ട് ബി മാക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഗെറ്റ് എ ബി മാക്സ് ഈസ് നോട്ട് എ നൾ ഗെറ്റ്. അപ്പം എങ്കിൽ മാത്രം എന്താ ഉള്ളൂ? ഇത് വാലിഡ് ആവുള്ളൂ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കിട്ടും എ മൈനസ് ബി മാക്സ് സ്ക്വയർ മൈനസ് എച്ച് ഗട്ട് ബി മാക്സ് ഇസ് ഈക്വൽ ടു 0 ഓർ എ ഇസ് ഈക്വൽ ടു ബി മാക്സ് ഇൻറ്റു ബി മാക്സ് പ്ലസ് എച്ച് ഗട്ട് പറഞ്ഞൊരു എയും ബി മാക്സും തമ്മിലുള്ള റിലേഷൻ പോലെ ഇക്വേഷൻ കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞു ബി മാക്സ് ഉള്ളത് പോലെ ഒരു ബി മിനിമം ഉണ്ട്, ബിക്ക് ഒരു ലോവർ ലിമിറ്റും ഉണ്ട്. സിമിലർ മാനറിൽ നമ്മൾ ലോവർ ലിമിറ്റും ആക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മളിവിടെ എങ്ങനെ ചെയ്ത് അപ്പർ ലിമിറ്റുള്ള ബി മാക്സിൻ്റെ മേലെ ജെ പ്ലസ് ആക്ട് ചെയ്താൽ 0 കിട്ടും. ദെൻ ലെഫ്റ്റ് സൈഡിൽ ജെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ജെ മൈനസ് ജെ പ്ലസിൻ്റെ വാല്യൂ കണ്ടു, പ്രൊസീഡ് ചെയ്തു. ഇനി നമുക്ക് ബി മിനിമം വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ലോവർ ലിമിറ്റുള്ള ബി മിനിമം ജെ മൈനസ് ബി മിനിമത്തിൽ ആക്ട് ചെയ്താൽ എന്താ കിട്ടുക? 0. കാരണം ബി മിനിമത്തിലെത്തി. ഇനി അങ്ങോട്ട് ഒരു എച്ച് ഗട്ട് യൂണിറ്റ് എന്ത് ചെയ്യാനില്ല? ഡിക്രീസ് ചെയ്യാനില്ല. മിനിമത്തിലെത്തി, പിന്നെ അങ്ങോട്ട് ഡിക്രീസ് ചെയ്യാനില്ല. അപ്പോൾ ജെ മൈനസ് ബി മിനിമത്തിൽ ആക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടണം. അഗെയിൻ ജെ പ്ലസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദെൻ ഇവിടെ ജെ മൈനസ് ജെ പ്ലസ് കണ്ട പോലെ അവിടെ ജെ പ്ലസ് ജെ മൈനസ് കാണുക, ദെൻ വാല്യൂ കാണുക. ഓക്കെ, സിമിലർ മാനറിൽ നമ്മൾ ജെ മൈനസ് ആക്ടിങ് ഓൺ എ ബി മിനിമം ഈസ് ഈക്വൽ ടു 0 ദെൻ ജെ പ്ലസ് ഇൻറ്റു ജെ മൈനസ് ഇൻറ്റു എ ബി മിനിമം ഈസ് ഈക്വൽ ടു 0. അഗൈൻ ജെ പ്ലസ് ജെ മൈനസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾ കണ്ടുപിടിക്കുക. ദെൻ ആക്ട് ചെയ്യുമ്പം വിച്ച് ഈസ് ഈക്വൽ ടു 0 ദെൻ വിച്ച് ഈസ് ഈക്വൽ ടു ഇതൊരു നൾക്കറ്റ് അല്ല, എ ബി മിനിമം ഈസ് എ നോട്ട് എ നൾക്കറ്റ്. സോ ജെ സ്ക്വയർ ആക്ട് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? എ. ജെ സെഡ് സ്ക്വയർ ആക്ട് ചെയ്യുമ്പോൾ ബി മിനിമം സ്ക്വയർ പ്ലസ് എച്ച് ഗട്ട് ഇൻറ്റു ബി മിനിമം. അതിൽ നിന്ന് വിച്ച് ഈസ് ഈക്വൽ ടു 0 കിട്ടും. റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. അതിൽ നിന്ന് എ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ബി മിനിമം ഇൻറ്റു ബി മിനിമം മൈനസ് എച്ച് ഗട്ട്. അപ്പോൾ നമുക്ക് സിമിലർ കേസിന് എക്ക് 2 വാല്യൂ കിട്ടി, 2 ഇക്വേഷൻ കിട്ടി. ഫസ്റ്റ് ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു ബി മാക്സ് ഇൻറ്റു ബി മാക്സ് പ്ലസ് എച്ച് ഗട്ടും. സെക്കൻഡ് എ ഇസ് ഈക്വൽ ടു ബി മിനിമം ഇൻറ്റു ബി മിനിമം മൈനസ് എച്ച് ഗട്ട്. ഈ 2 ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ ബി മാക്സും ബി മിനിമം തമ്മിലൊരു റിലേഷൻ കിട്ടും. എന്താണ് ആ റിലേഷൻ? അതെ, ബി മാക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി മിനിമം, ബി മാക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി മിനിമം. എങ്കിൽ മാത്രമേ ഈ 2 ഇക്വേഷൻ എന്താ ഉള്ളൂ? ഹോൾഡ് ആവുള്ളൂ. ഈ 2 ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന ആകെ ഒരു കണ്ടീഷൻ എന്താണ്? ബി മാക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി മിനിമം. ഇപ്പോൾ ബി മാക്സും ബി മിനിമം കിട്ടി. അതിൻ്റെ ഇടയിലായിരിക്കും എൻ്റെ അപ്പർ ലിമിറ്റ് ബി മാക്സും ബി മിനിമം പറഞ്ഞ 2 വാല്യൂൻ്റെ ഇടയിലായിരിക്കും എപ്പോഴും എന്തുണ്ടാവുക? ബി എന്നുള്ള ജനറൽ ആയിട്ടുള്ള വാല്യൂ ഉണ്ടാവുക. So we get b max is equal to minus b minimum where the condition b max is equal to b max is a positive value. അപ്പം വാല്യൂ ഓഫ് ബി എന്താണ്? ലൈ ബിറ്റ്വീൻ മൈനസ് ബി മാക്സ്, ബി മിനിമം പറഞ്ഞാൽ എന്താണ്? മൈനസ് ബി മാക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി മാക്സ്. ഇനി ഇതിൽ നിന്ന് വേറൊരു കണ്ടീഷൻ നമ്മൾ ബി മാക്സ് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓർ ബി മിനിമം ബി മാക്സ് എന്നല്ല ബി മിനിമത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരു നമ്പർ ഓഫ് ഇൻറ്റീജർ നമ്മൾ നമ്മുടെ ജെ പ്ലസ് ആക്ട് ചെയ്യാണ്. ബി മിനിമത്തിൽ നിന്ന് നമ്മൾ ബി മിനിമം പ്ലസ് 1 ആവും, ബി മിനിമം പ്ലസ് 2 ആവും. ജെ പ്ലസ് ഇങ്ങനെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബി മിനിമം പ്ലസ് 1 ആവും, ദെൻ ബി മിനിമം പ്ലസ് 2 ആവും. അങ്ങനെ സപ്പോസ് എൻ എത്ര നമുക്കറിയില്ല, ജസ്റ്റ് ഒരു ഇൻറ്റീജറാണ്. എൻ ടൈംസ് ആക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? വി ഗെറ്റ് ബി മാക്സിമം. അപ്പം ഈ ഒരു ഇക്വേഷനിൽ ബി മിനിമം ഈക്വൽ ടു മൈനസ് ബി മാക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്നിൻ്റെ വാല്യൂ, അതിൽ നിന്ന് എന്നിൻ്റെ വാല്യൂ ജനറൽ ആയിട്ടുണ്ട് വെച്ചിരിക്കുക. ബി മാക്സ് ഈക്വൽ ടു എന്ത് കിട്ടും എന്നും കൂടെ ഒന്ന് ജസ്റ്റ് നോക്കാം.
സോ ബി മാക്സ് ഇസ് ഈക്വൽ ടു ഇക്വേഷനിൽ ബി മിനിമത്തിൻ്റെ വാല്യൂ കൊടുക്കുക മൈനസ് ബി മാക്സ് പ്ലസ് എൻ എച്ച് ഗഡ് റീഅറേഞ്ച് വി ഗെറ്റ് എന്താണ് ബി മാക്സ് ഇസ് ഈക്വൽ ടു എൻ എച്ച് ഗഡ് ബൈ 2. ഇനി വേറെ എൻ ഈസ് എൻ ഇൻറ്റീജർ സബ്സ്റ്റിറ്റ്യൂട്ട് നമ്മളിപ്പോൾ ആംഗുലർ മൊമെൻ്റ് ആണല്ലോ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ആംഗുലർ മൊമെൻറ്റും ക്വാണ്ടം നമ്പറിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് എൻ ബൈ 2 is equal to സ്മോൾ ജെ. സബ്സ്റ്റിറ്റ്യൂട്ട് ആസ് എൻ ബൈ 2 is equal to സ്മോൾ ജെ. അപ്പോൾ ബി മാക്സ് ഇസ് ഈക്വൽ ടു എന്ത് ചെയ്തും സ്മോൾ ജെ ഇൻറ്റു എച്ച് ഗട്ട് ടൈംസ് ജെ. സോ ഡിഫൈൻ ചെയ്തു n by 2 is equal to j. So b max is equal to കിട്ടും j h ഗട്ട്. നമ്മൾ എൻ്റെ വാല്യൂ കാണാം a is equal to ഫ്രം ദ നമ്മൾ പ്രീവിയസ് കണ്ടുപിടിച്ച ഒരു ഇക്വേഷൻ ആണ് a is equal to b max into b max plus h ഗട്ട്. b maxന് j h ഗട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് we get a is equal to j h ഗട്ട് into j h ഗട്ട് plus h ഗട്ട്. On rearranging we get j into h ഗട്ട് square into j plus 1 or a is equal to h ഗട്ട് square into j plus 1. അപ്പോൾ മോർ കൺവെൻഷനൽ ആയിട്ട് ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഈഗൺ വാല്യൂ a എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ജെ സ്ക്വയർ എന്ന് പറയുന്ന ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ സ്ക്വയർ ഓപ്പറേറ്റർ ഒരു ജനറൽ സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ കിട്ടുന്ന ഐഗൺ വാല്യൂ എ ബി എന്ന സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ കിട്ടുന്ന ഐഗൺ വാല്യൂ ആയിരുന്നു എന്ത് എ. അപ്പോൾ എ നമ്മൾ കണ്ടുപിടിച്ചു. നമ്മൾ പ്രീവിയസ് പറഞ്ഞിരുന്നു എൻ്റെയും ബിൻ്റെയും വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പം മോർ കൺവെൻഷൻ പ്രകാരം തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. എൻ്റെ വാല്യൂ എന്താണ് എച്ച് ഗട്ട് സ്ക്വയർ ജെ ഇൻറ്റു ജെ പ്ലസ് 1. അപ്പം അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്താണ് ജെ സ്ക്വയർ എന്നുള്ള സ്റ്റേറ്റ് ഒരു സ്റ്റേറ്റിൽ ആക്ട് ചെയ്താൽ നമ്മൾ എ ബി എന്ന് പറഞ്ഞ ജനറൽ ആയിട്ടുള്ള സ്റ്റേറ്റ് ആണ്. അതിന് പകരം ജെ എം എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ് നമ്മൾ കൺവെൻഷനലി ചൂസ് ചെയ്യുക. കാരണം ജെ ഈസ് ദ ക്വാണ്ടം നമ്പേഴ്സാണ്. ജെയും എം എന്താണ് ക്വാണ്ടം നമ്പറാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് 4 ടൈപ്സ് ക്വാണ്ടം നമ്പർ ഉണ്ട്. എൻ എം എൻ എൽ എം. വേറെ എൽ ഈസ് ദ ആംഗുലർ മൊമെൻറ്റും ക്വാണ്ടം നമ്പർ. അതിന് എല്ലിന് പകരം ഇവിടെ ജനറൽ ആയിട്ടുള്ള ജെ എന്നാണ് ഇതൊക്കെ. എം ഈസ് ദ മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ. അങ്ങനത്തെ കേസിലേക്കാണ് വരുന്നത്. അതിൻ്റെ വാല്യൂ ഒക്കെ ഇൻറ്റീജേഴ്സ്. അപ്പോൾ ജെ സ്ക്വയർ ജെ എമ്മിൽ ആക്ട് ചെയ്താൽ വി ഗെറ്റ് ദ ഈഗൺ വാല്യൂ എച്ച് ഗട്ട് സ്ക്വയർ ഇൻറ്റു ജെ പ്ലസ് 1 ദ സെയിം ഗെറ്റ് ജെ എം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി എൻ്റെ വാല്യൂ കിട്ടി. എ നമുക്ക് എവിടെ നിന്നാണ് വന്നത് പ്രീവിയസ് നമ്മൾ തുടങ്ങിയത് എങ്ങനെയാണെന്ന് ഓർക്കണേ. ഇതേപോലെ നമുക്ക് ബീൻ്റെ വാല്യൂം കൂടെ കണ്ടുപിടിക്കണം. നമ്മൾ ഡിഫൈൻ ചെയ്തു ബി is equal to അതും കൺവെൻഷൻ പ്രകാരം വി ഡിഫൈൻ ബി is equal to എം എച്ച് ഗട്ട്. ബി എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇൻ്റഗ്രൽ നമ്പർ മാത്രമല്ല. ബിക്കോസ് നമ്മളിവിടെ ഒരു എച്ച് ഗട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് കാരണം ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക ജെ സ്ക്വയർ വരുമ്പോൾ അവിടെ ഒരു എച്ച് ഗട്ട് സ്ക്വയറിൻ്റെ ടേം നിങ്ങൾ കണ്ടിരുന്നു. കാരണം എന്താ ജെ സ്ക്വയർ ആകുമ്പം എച്ച് ഗട്ട് സ്ക്വയർ ദ ഡയമെൻഷനാലിറ്റി എന്ത് ചെയ്യണം കൺസേർവ് ചെയ്യണം. ഇവിടെ ജെ സെറ്റ് സിംഗിൾ ഇൻ പവർ ആംഗുലർ മൊമെൻറ്റം ഇൻ യൂണിറ്റ് പവറാണ്. അപ്പം നമ്മൾ എന്താ എച്ച് ഗട്ട് ടേം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതൊക്കെ എന്ത് ചെയ്യണേ ഓരോന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഓരോ ഫിസിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഈ എച്ച് ഗട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്തിനാണ് അതിൻ്റെ ഡയമെൻഷനാലിറ്റി കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാനവിടെ നേരത്തെ ഒരു കാര്യം വിട്ടുപോയി. ജെ എന്നുള്ളത് ഒരു ക്വാണ്ടം നമ്പർ എന്ന് പറഞ്ഞു. ജെൻ്റെ വാല്യൂ എയ്തർ ഇൻറ്റീജർ ആവാം ഓർ ഹാഫ് ഇൻറ്റീജർ. ജെ ഈസ് എയ്തർ ആൻ ഇൻറ്റീജർ ഓർ എ ഹാഫ് ഇൻറ്റീജർ. ബട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് എന്ത് വരിക ജെ എന്താണോ അതിന് ഡിഫൈൻ ചെയ്തിട്ടാണ് എം വരിക. നമ്മൾ എന്താ പറഞ്ഞത് എൻ്റെ വാല്യൂ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്നല്ല പറഞ്ഞത്. സോറി, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ. അപ്പം അല്ലെങ്കിൽ എന്താണ് മൈനസ് ബി ടു പ്ലസ് ബി വരെയാണ് ഇത് വരിക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എമ്മിൻ്റെ വാല്യൂ എങ്ങനെ ഡിഫൈൻ ചെയ്യാം. ജെ ആണ് ഇൻറ്റീജർ എങ്കിൽ മൈനസ് ജെ ടു പ്ലസ് ജെ എന്ന് പറയുന്നത് ഇങ്ങനെ എത്ര സ്റ്റേറ്റ് ഉണ്ടാവും 2j പ്ലസ് 1 എം സ്റ്റേറ്റ്സ് ഉണ്ടായിരിക്കും. എയും ബിയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞില്ല. അപ്പം എ എന്ന് പറഞ്ഞാൽ നമ്മൾ ജെ ഇൻ ടേംസ് ഓഫ് ജെയിൽ റിലേറ്റ് ചെയ്തു. എം എന്ന് പറയുന്നത് ബി എന്ന് പറയുന്നത് എമ്മിൻ്റെ ടേമിലും റിലേറ്റ് ചെയ്തു. അപ്പം ഇത് അലോഡ് വാല്യൂസ് ഓഫ് എം ആണ്. ജെ നമുക്ക് ഗിവൺ ആണെങ്കിൽ ജെ എയ്തർ ഹാഫ് ഇൻറ്റീജർ ആയിരിക്കും അല്ലെങ്കിൽ ഇൻറ്റീജർ ആയിരിക്കും. എന്തായാലും ബേസ്ഡ് ഓൺ ജെ ദ അലോഡ് എം വാല്യൂസ് ഫോർ എ ഗിവൺ ജെ. ആ ഗിവൺ ജെ ഏതാണോ ജെ തന്നത് അതിന് ബേസ് ചെയ്തിട്ട് നമുക്ക് എം എന്ത് കിട്ടിക്കുള്ളൂ കണ്ടുപിടിക്കുള്ളൂ. അതെങ്ങനെയാണ് എമ്മിൻ്റെ വാല്യൂ മൈനസ് ജെ ടു പ്ലസ് ജെ. അങ്ങനെ എത്ര സ്റ്റേറ്റ് ഉണ്ടാവും 2j പ്ലസ് 1 സ്റ്റേറ്റ് ഉണ്ടാവും. ഇതിൽ 0 ഉണ്ടാവണം എന്നില്ല. ജെ ഇൻറ്റീജർ ആണെങ്കിൽ മാത്രമേ 0 ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ -1/2 കഴിഞ്ഞാൽ ഇവിടെ +1/2 ഉണ്ടാവുക ജെൻ്റെ വാല്യൂ അനുസരിച്ച്. അപ്പോൾ അവിടെ 0 ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ടോട്ടൽ എത്ര സ്റ്റേറ്റ് ഉണ്ടാവും 2j പ്ലസ് 1 സ്റ്റേറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ജെ സ്ക്വയറിൻ്റെയും ജെസിൻ്റെയും ജെ സ്ക്വയറിൻ്റെയും ജെ സെറ്റിൻ്റെയും എയ്ഗൺ വാല്യൂ ആയ എനെയും ബിനെയും നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി നമ്മൾ ഇൻ ടേംസ് ഓഫ് എ ബി നമ്മൾ ഫസ്റ്റ് എയ്ഗൺ വാല്യൂ ഇക്വേഷൻ എഴുതിയത് ഇൻ ടേംസ് ഓഫ് എയും ബിയും എസ് റീപ്ലേസ്ഡ് വിത്ത് ജെയും എമ്മും വെച്ചിട്ട് റീപ്ലേസ് ചെയ്ത് എഴുതാം. അപ്പോൾ എങ്ങനെയാണ് നോക്കാം. സോ ദ ബേസിക് എയ്ഗൺ വാല്യൂ ഇക്വേഷൻ ജെ സ്ക്വയർ ആക്ടിങ് ഓൺ ദ സ്റ്റേറ്റ് ജെ എം. നേരത്തെ എ ബി ആയിരുന്നു. എ ഈസ് റീപ്ലേസ്ഡ് വിത്ത് ജെയും
ബി ഈസ് റീപ്ലേസ്ഡ് വിത്ത് എം എന്ന് പറയുന്ന രണ്ട് ക്വാണ്ടം നമ്പർ യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്തു. ദെൻ ദ ബേസിക് eigen വാല്യൂ ഇക്വേഷൻ ഇൻ ആംഗുലാർ മൊമെൻറ്റം വെൻ ജെ സ്ക്വയർ ആക്ടിങ് ഓൺ ദ ജെ എം വിച്ച് ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ജെ പ്ലസ് വൺ എച്ച് ഗട്ട് സ്ക്വയർ ജെ എം and jz acting on the state jm is we get mh get jm. ഇത് ബേസിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേഷൻ ആണ്. ഇതേപോലെ ഈ ജെ എം എന്നുള്ള സ്റ്റേറ്റിൽ ജെ പ്ലസും ജെ മൈനസും ആക്ട് ചെയ്താൽ എന്താ കിട്ടുകയെന്നും കൂടെ നമുക്ക് നെക്സ്റ്റ് സെഷനിലായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് റിസൾട്ടാണ്. ഈ ഒരു റിസൾട്ട് യൂസ് ചെയ്തിട്ട് ഒരുപാട് പ്രോബ്ലംസ് നെറ്റ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഭാഗം തറവായിട്ട് ചെക്ക് ചെയ്യുക, തറവായിട്ട് പഠിക്കുക, എന്നിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അപ്പം ഓക്കെ, താങ്ക് യു.